സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ വിഷുക്കണി ഒരുക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്തായാലും കണി റെഡിയാക്കി വെക്കാൻ പോവാണ്. ഇനി രാവിലെ പൊലിച്ചക്കാണ് എണീച്ച് കാണേണ്ടത്. അപ്പോൾ ഇപ്രാവശ്യം 10 മണിക്കും 10:50 ഉള്ളിലായിട്ട് കണി റെഡിയാക്കണം എന്നാണ് പേപ്പറിൽ കിട്ടിയത് ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കണി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഫുൾ വെജിറ്റബിൾസും എന്താ പറയുക എല്ലാ ഫ്രൂട്ട്സും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും കണി റെഡിയാക്കിയല്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയേ വേണ്ടു. അപ്പം അങ്ങനെ എടുത്ത് വെക്കുന്നത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് സൈഡിൽ റെഡിയാക്കിയത് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റും കക്കരിക്കും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ ഞാൻ ഇപ്രാവശ്യം വലിയ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഈ ചുമരിൽ കാണുന്ന കലാവിരുത് എൻ്റെ മോൻ്റെ കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, എനിക്ക് ഇപ്രാവശ്യം ചക്ക, കണ്ണി മാങ്ങ അതൊന്നും കിട്ടിയിരുന്നില്ല. അതിന് പകരം ചെറിയ മാങ്ങയും പിന്നെ ഈ ഒരു മാങ്ങയാണ് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. പിന്നെ അതുപോലെ ഇളനീരും തേങ്ങയും അതിൻ്റെ കൂടെ ബത്തക്കയും ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അതാണ് താഴെക്കാവുന്നത്. ഇനി ഞാൻ ഇവിടെ ടേബിളിലായിട്ട് ഇലയും പിന്നെ വിളക്കൊക്കെ തുടച്ച് എണ്ണയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പടവും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അവിടെ ഡൈനിങ് ടേബിളിലായിട്ട് ധാന്യങ്ങളും പഞ്ചങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് 10 മണിയാകുമ്പോൾ കണി റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് മക്കളെയും എനിക്കും ഒക്കെ കണി കാണാൻ ഈസി ആയിരിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്രാവശ്യം കണി ഒരുക്കുന്നത്. ഞാൻ എങ്ങനെ കണി ഒരുക്കാൻ നമുക്ക് കാണാം. ഇനി ഞാൻ പൊട്ട് തൊട്ട് കൊടുക്കുക കേട്ടോ, ഫലത്തിനും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ. ഈ പൊട്ട് തൊട്ട് കൊടുക്കൽ എന്താണെന്നല്ലേ ആലോചിക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്നത് തന്നെയാണ്. ആക്ച്വലി ഇത് നമ്മൾ കണ്ണൂരുകാർ ചെയ്യുന്നതാണ്. എല്ലാ ആൾക്കാരും ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. നാട്ടിലിത് ചെയ്യും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അരി അരച്ചിട്ടുള്ള മാവ് ആണ് ഈ കാണുന്ന വൈറ്റ് ചെറിയൊരു പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മളെല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കണി വെക്കുന്ന എല്ലാത്തിനും ഇങ്ങനെ ഒരു ഡോട്ടായിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഡോട്ടായിട്ടാണ് കാര്യമായിട്ട് ചെയ്യുക. പിന്നെ വേണ്ടിക്ക് കലത്തിനൊക്കെ നമുക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മളെ കലാവിരുദ്ധനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കലത്തിനും പാത്രത്തിനും ഒക്കെ ഞാനിവിടെ ഡോട്ടും ഡിസൈനും ഒക്കെ ചെയ്തതിന് ശേഷം ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒന്ന് പൊട്ടോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോട്ടൊക്കെ തൊട്ടതിന് ശേഷം ഞാനിതാ കണി ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കൃഷ്ണനെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മരത്തിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഞാൻ മുന്നേ വാങ്ങിയത് ഫ്ലവർ പോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഞാൻ അതിനൊരു റെഡ് തുണിയൊക്കെ വിരിച്ചു. അതിൻ്റെ മേലെയാണ് കൃഷ്ണനെ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ കൃഷ്ണനെ കേട്ടോ വെച്ച് കൊടുക്കാറ് ഞാൻ. ഇതാ എക്സാക്റ്റ് കണി വെക്കുന്ന രീതിയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് അതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം കൃഷ്ണനെ വെച്ചു, അതിൻ്റെ കൂടെ തന്നെ മയിൽപ്പീലി വെച്ചതിന് ശേഷം കൃഷ്ണനെ ഒരുക്കിയെടുക്കുക കേട്ടോ ചെയ്യുക. ഞാനിവിടെ ഒരു മഞ്ഞ മുണ്ട് കൊണ്ട് ഉടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ചാടിയും ഓടക്കുഴലും ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു മുല്ലപ്പൂ മാല കൃഷ്ണനെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചെറിയ കൃഷ്ണന്റെ വിഗ്രഹം കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചെറിയ വിഗ്രഹം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ നമ്മളെ സ്വന്തം കണിക്കൊന്ന പൂ വെച്ചിട്ട് കൃഷ്ണന്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ട് ഒരുക്കുക ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ കൂടെ കൃഷ്ണന്റെ 2 സൈഡിലായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു കുടത്തിൽ അരി നിറച്ചിട്ട് വെച്ചു കൊടുക്കുക ചെയ്യുന്നത്. രണ്ടാമത്തെ സൈഡിൽ സാധാരണ നമ്മൾ അപ്പ വെച്ചു കൊടുക്കുക. പക്ഷെ എനിക്ക് അപ്പ ആക്കാൻ ഇപ്രാവശ്യം പറ്റാത്തതുകൊണ്ട്, അതായത് അപ്പ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്രാവശ്യം, അതുകൊണ്ട് ഞാൻ ലഡുവാ വാങ്ങിയിട്ടുണ്ടായത്. അപ്പൊ ലഡുവും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെറിയ കൃഷ്ണന്റെ വിഗ്രഹത്തിന് ചെത്തിപ്പൂവിന്റെ മാല ചാർത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇലയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. 2 ഇല വെച്ചിട്ട് അതിന്റെ നടുക്കാണ് ഞാൻ ഉരുളി വെച്ചു കൊടുക്കുന്നത്. ആ ഉരുളിയിലാണ് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളത് 2 പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഇലയിലുമായിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. നിലത്ത് വെക്കാണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇനി ഞാൻ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ചിലതൊക്കെ മാറ്റി വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഓരോന്നായിട്ട് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
നമുക്ക് പ്രധാനമായിട്ട് വിഷുക്കണി ഒരുക്കലിൽ കൃഷ്ണനും അതിൻ്റെ കൂടെ കൊന്നപ്പൂവും പിന്നെ വേറെ ഒരു വെജിറ്റബിൾസും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് വെക്കേണ്ടത് പഞ്ചങ്ങളാണ്. 5 ധാന്യങ്ങൾ എന്ന് പറയും. ആ പഞ്ചങ്ങളും കണിക്കൊന്നയും അതിൻ്റെ കൂടെ വെള്ളരിക്കയും കൂടി വെച്ചാൽ മാത്രം മതി എന്ന് പറയും ചെറിയൊരു കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിതാ പഞ്ചങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാ കോടിമുണ്ടും, പിന്നെ കോടിമുണ്ടും ഞാൻ വെച്ചിട്ടുണ്ട്, ഗോൾഡും വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ പൈസയും ഞാൻ വെച്ചിട്ടുണ്ട്. വിളക്കൊക്കെ റെഡിയാക്കി അരിയൊക്കെ തളികയിൽ വെച്ചു. അതിനുശേഷം ഞാനിതാ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് ഇതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇളനീരും വെച്ചിട്ടുണ്ട്, തേങ്ങയും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം ഇതാ കണ്ണാടി കൂടി വെച്ചിട്ട് ഞാനിതാ എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ രാമായണം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രന്ഥം വെക്കണം എന്നാ പറയാ, അതുകൊണ്ട് ഞാൻ രാമായണം ദേവി മഹാത്മ്യം കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ വിളക്കൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. കിണ്ടിയും സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലെയൊക്കെ ഞാൻ കുറച്ച് തുളസീന്റെ ഇലയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വിഷു ഓണമൊക്കെ വരുമ്പോൾ നാട് നന്നായിട്ട് മിസ് ചെയ്യുക. പ്രത്യേകിച്ച് വിഷുവിന്റെ സമയത്ത് ഈ ഒരു സമയത്ത് നമുക്ക് പടക്കം പൊട്ടുന്ന ബഹളായിരിക്കില്ലേ വീടുകളിൽ. അടിപൊളി ഫീലിങ്സ് ആട്ടോ അത്. അതേസമയം ഇവിടുന്ന് ആകുമ്പോൾ വിഷുക്കണി ഒരുക്കുമ്പോൾ ഭയങ്കരമായ ഒരു സൈലൻസ് ആട്ടോ ഉണ്ടായത്. കാരണം നമ്മൾ ഇവിടെ ചെന്നൈയിൽ അങ്ങനെ പടക്കം അധികം ദീപാവലിക്ക് മാത്രമേ പൊട്ടിക്കാറുള്ളൂ, ചില ടൈമിൽ ന്യൂ ഇയറിനും. അല്ലാണ്ട് വിഷുവിനൊന്നും ഇവിടെ ആരും പടക്കം പൊട്ടിക്കാറില്ല. അപ്പൊ ഇത് അതിന്റെ കണിയൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ചുറ്റിലും നമ്മളെ ചെറിയ വിളക്കുണ്ടല്ലോ, കാക്കവിളക്ക് എന്നാണ് കേട്ടോ കണ്ണൂരിൽ പറയാ. ബാക്കിയുള്ള സ്ഥലത്ത് വേറെ വേറെ പേരിലാണ് ഈ വിളക്കിനെ അറിയപ്പെടുക. എനിക്കറിയില്ല അതിന്റെ എക്സാക്ട് നെയിം എന്താണെന്നുള്ളത്. അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓൺലൈനിലായിട്ട് നെയ്ത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റന്റ് മാർട്ടിലാണ് വാങ്ങിയിട്ടുണ്ടായത്, എനിക്ക് ലക്കിന് കിട്ടിയതാണ്. അപ്പൊ ആ നെയ്ത്തിരിയും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പൊ നെയ്ത്തിരിയും കൂടി വെച്ചതിന് ശേഷം ഞാനിവിടെ എൻ്റെ കണി ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ കണി കാണാൻ വേണ്ടത്. അപ്പൊ ഞാനിവിടെ കണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി രാവിലെ വന്ന് വിളക്ക് കത്തിച്ച് കണി കാണാൻ വേണ്ടത്. രാവിലെ 3:00 ശേഷമാണ് കണി കാണേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4:30 മുമ്പേ കാണുന്നതാണ് ടൈം. രാവിലെ എണീച്ച് നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ കൃഷ്ണനെ കണി കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് വേണ്ട. അപ്പോൾ ഇനി പോയി കിടക്കുക ചെയ്യുന്നത്. ബാക്കിയുള്ള വിശേഷം ഞാൻ രാവിലെ കാണിച്ചു തരാം. ഞാൻ ഒരുക്കി വെച്ചത് ഇപ്പോൾ ഒരു നോക്കി വേണ്ടി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പോയി ഉറങ്ങിയിട്ട് ഇനി രാവിലെ 3 മണിയാകുമ്പോൾ എണീച്ചിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാ സമയം 3:12 ആയിട്ടുണ്ട്. ഞാൻ 3 മണിക്ക് മുമ്പേ എണീച്ചു, പക്ഷേ ബെഡിൽ നിന്ന് എണീക്കാൻ 3:12 ആയി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇതാ ഞാൻ കുളിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി വിളക്കൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് കണി കാണാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, ഞാൻ ഇതേ സമയം പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പായസം ആ ഒരു സൈഡിൽ നിന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കണി കാണുന്നതിൻ്റെ നടുക്ക് ഞാൻ കണീൻ്റെ കൂടെ തന്നെ എൻ്റെ പായസവും കൂടി കൊണ്ടേക്കും കേട്ടോ. അപ്പോൾ ഇതാ കണി കാണേണ്ട സമയമായി, അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് റെഡിയാകാൻ പോവുകയാണ്. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കണി തൊഴാം.
അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു, ബത്തിയൊക്കെ കത്തിച്ചു, ഇതാ കർപ്പൂരം ഉഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെ കണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കണി കാണാം. അതിൻ്റെ നടുക്ക് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നല്ലേ, പായസം ഉണ്ട് കേട്ടോ അടുപ്പത്ത്, അത് റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ എൻ്റെ വിഷുക്കണി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതാ ഇനി അരിയിട്ട് തൊഴാൻ പോവാണ്, അതായത് കണി കാണുകയാണ്. ഞാൻ കണി കണ്ടതിന് ശേഷം എൻ്റെ മക്കളെയും കൂടി കണ്ണ് പൂട്ടി കൊണ്ടുവന്ന് കണി കാണിക്കുക ചെയ്യും കേട്ടോ. അപ്പം ഞാനിവിടെ കണി തൊഴുത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പിള്ളേഴ്സിനെ കൂട്ടാൻ പോവാണ്. അങ്ങനെ കൃഷ്ണനെ വിഷുക്കൈനീട്ടമൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിത് അഗ്നവനെയും കൂടി എടുത്തിട്ട് വരികയാണ്. ഉറക്കത്തന്നെ ഉള്ള ആശാൻ. അപ്പം അഗ്നവനെ ഉറക്കത്തന്നെ എടുത്തിട്ട് വന്നിട്ടാണ് കണി കാണിച്ചു കൊടുക്കുന്നത്. ഇതെൻ്റെ ചെറിയൊരു വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. വലിയൊരു വീഡിയോ ഒന്നുമല്ല, ഒരു വിഷുക്കണി വെച്ചതും വിഷുക്കണി കണ്ടതും ആയിട്ടുള്ളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കണി? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. ഇപ്പം ഞാൻ വെളിച്ചത്തും കൂടി നിങ്ങൾക്ക് എൻ്റെ കണി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതാ ഞാൻ എൻ്റെ ഉണ്ണിക്കണ്ണന്മാരെ കുളിച്ച് റെഡിയാക്കിയിട്ട് ഇതാ ഇരുത്തിയിട്ടുണ്ട് രണ്ടുപേരെയും വിഷുക്കണീൻ്റെ കൂടെ. നല്ല ഭംഗിയില്ലേ രണ്ടുപേരെയും കാണാം. അതിൻ്റെ അകത്ത് ആ ചോട്ടൂസിൻ്റെ കയ്യിൽ എന്താന്ന് കണ്ടോ, ഉടക്കൊഴുകും പിടിച്ചാലും മാത്രമേ അവിടെ ഇരിക്കൂലോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഉടക്കൊഴുകും പിടിച്ചിരിക്കുന്ന കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ലഡുവും തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്ക് എൻ്റെ പായസം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലെടുത്തിട്ട് ആദ്യം തന്നെ ഭഗവാന് കൊണ്ടുപോയി വെക്കുക ചെയ്യുന്നത്. കണീൻ്റെ ഒപ്പം തന്നെ പായസം കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന്, നിങ്ങൾ ഇതേപോലെയാണോ വിഷുക്കണി ഒരുക്കലെന്ന് കമന്റ് പറയാൻ മറന്നു പോകരുത്. അതുപോലെ ഞാൻ ഇപ്രാവശ്യം വളരെ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും വെച്ചിട്ട് മാത്രമാണ് വിഷുക്കണി ഒരുക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ